ഇക്കാലം അത്രയും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ചുകൊണ്ടുള്ള പോയിൻ്റ് അല്ലാതെ അല്ലെങ്കിൽ ഇതിനൊരു ഇത്രയും പെട്ടെന്നൊരു ശാശ്വത പരിഹാരം ഇക്കാലം അത്രയും കാണാത്തതിന് മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ വിഷമമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ തന്നെ ഈ ഹാർബറിൽ നിന്ന് പാരായണം ചെയ്തുകൊണ്ട് മറ്റുള്ള മേഖലയിലേക്ക് പോകാൻ ഉള്ള അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരങ്ങൾ ഇപ്പോൾ നേരെ വടക്കോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് അഞ്ചിതങ്ങ് ജംഗ്ഷൻ മുതൽ ഏതാണ്ട് നെടുങ്കണ്ട ഭാഗം വരെ നല്ല തീരം ഒത്തിരി വെച്ച് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ തെക്ക് ഭാഗം മൗത്തിൻ്റെ തെക്ക് ഭാഗമായിട്ടുള്ള മുതലപ്പൊഴി, പുതുക്കുറിച്ച്, പെരുമാതുറ ഈ ഭാഗങ്ങളിൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന വള്ളങ്ങൾ അവിടെ ആശ്രയിച്ച് പോകാനാണ് ഇപ്പോഴത്തെ സാധ്യത കാണുന്നത്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ഒരു പ്രത്യേക രീതിക്ക് പിറന്തള്ളുന്ന രീതിക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നഷ്ടത്തിൽ പോവുകയാണ്. ഇപ്പം മത്സ്യം പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. 2018 ഇവിടെ പ്രളയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളി ഉപകരണങ്ങൾ കൊണ്ടുപോയത് ഇദ്ദേഹത്തിൻ്റെ നിയോജന മണ്ഡലമായ ചെങ്ങന്നൂരാണ്. ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഘട്ടം അവിടെ ഞങ്ങൾ പോയി അവിടെ രക്ഷപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം രണ്ടാം ഘട്ടവും ഇവിടെ MLA ആയിട്ട് അല്ലെങ്കിൽ മന്ത്രിയായിട്ട് ഇവിടെ വരാൻ സാധ്യതയുള്ളത്. കാരണം ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തിന് ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ കൊണ്ടുപോയി ഈ നമ്മുടെ പോലെയുള്ള മനുഷ്യരെ രക്ഷപ്പെടുത്താൻ അന്ന് ഞങ്ങളുടെ ജീവൻ നോക്കിയിട്ടില്ല, ഞങ്ങളുടെ സമ്പത്ത് നോക്കിയിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ പോലെയുള്ള ജീവൻ പൊലിയരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹം വിളിച്ചാൽ ഇവിടെ ആൾക്കാർ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചപ്പോൾ ഞങ്ങൾ നിരന്തരമായിട്ട് അങ്ങോട്ട് വരികയും പ്രത്യേകിച്ചും ഇവിടുത്തെ ഈ മന്ത്രിയുടെ നിയോജന മണ്ഡലത്തിൽ ഒത്തിരിയും ഞങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. പക്ഷേ എന്നിട്ട് പോലും ഈ മനുഷ്യൻ ഇതിനൊരു മനസ്സാക്ഷി ഇല്ലെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ദുഃഖങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്നത്. അപ്പം ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇദ്ദേഹം നാളെ തരാം, അല്ലെങ്കിൽ ഇപ്പോഴും ശരിയാക്കി തരാം എന്നല്ലാതെ ഒരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല.